നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. ലൈവ് അറ്റ് 6 ആദ്യം പ്രധാന വാർത്തകൾ. യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം. സംസ്ഥാനത്തും ഡോക്ടർമാർ തെരുവിലിറങ്ങി. സമരം തുടരുമെന്ന് ആർജേക്കർ ആശുപത്രിയിലെ ഡോക്ടർമാർ. ആശുപത്രി അടിച്ചു തകർത്ത കേസിൽ 30 പേർ അറസ്റ്റിൽ. മമതാ ബാനർജി രാജിവെക്കണമെന്ന് BJP. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടില്ല. കോടതി വിധിക്ക് ശേഷം തീരുമാനമെന്ന് സർക്കാർ. നടി രഞ്ജനിയുടെ അപ്പീൽ ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. വെച്ചിട്ട് ഈ റിപ്പോർട്ടും കണ്ടിട്ട് വാട്ട് ഈസ് ദ റിപ്പോർട്ടിലെ എന്താ കൺക്ലൂഷൻ, എന്താണ് അതിന്റെ കൺക്ലൂഷൻ, എന്താ ഇത്രയ്ക്ക് സ്റ്റഡി നടത്തിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നു, അത് നമുക്ക് അറിയിക്കണ്ടേ. ദാറ്റ് ഈസ് അവർ റൈറ്റ്. ചില കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന് രഞ്ജിനി. റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് പങ്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. അർജുനായുള്ള തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഗംഗാവലിയിൽ വീണ്ടും ഒഴുക്കുകൂടി. ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ അനിശ്ചിതത്വം. ഒരാഴ്ചയ്ക്കകം ദൌത്യം പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി ബന്ധു ജിതിൻ. വിനേഷ് ഫോഗത്ത് രാജ്യത്ത് തിരിച്ചെത്തി. ഡൽഹിയിൽ വൻ വരവേൽപ്പ്. രാജ്യത്തിന് നന്ദി പറഞ്ഞു വിനേഷ്. പിന്തുണ ലഭിച്ചതിൽ ഭാഗ്യവതിയെന്നും താരം. शुक्रगुजार हूं अपने पूरे देशवासियों की, इतना प्यार और सम्मान ಒಂದು ದಿನನೇ ನನಗೆ ಶೋಕಾಸ್ ನೋಟಿಸ್ ಅನ್ನ ತಯಾರು ಮಾಡಿಕೊಂಡು ಕೊಡಕ್ಕೆ. ಇದರ ಅರ್ಥ ಏನು? കുമാരസ്വാമി ಮೇಲೆ സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണറുടെ അനുമതി. നടപടി ഭൂമി കുംഭകോണ കേസിൽ രാഷ്ട്രീയ പ്രേരിതമെന്ന് കർണാടക മുഖ്യമന്ത്രി. കോടതിയിൽ നേരിടുമെന്ന് കോൺഗ്രസ്. പാകിസ്ഥാനിൽ എംപോക്സ് രോഗം സ്ഥിരീകരിച്ചു. ആഫ്രിക്കൻ മേഖലയിൽ 517 പേർ മരിച്ചു. മരിച്ചത് രാജ്യാന്തര യാത്രകളിൽ ജാഗ്രത പുലർത്തണമെന്ന് ലോകാരോഗ്യ സംഘടന. ഇന്ത്യയിലും ജാഗ്രതാ നിർദ്ദേശം. വിശദമായ വാർത്തകൾ നോക്കാം. യുവ ഡോക്ടറിന്റെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധം ആളിപ്പടരുന്നു. സമരം തുടരുമെന്ന് ആർജേക്കർ ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചു. ആശുപത്രി അടിച്ചു തകർത്ത കേസിൽ 30 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്ന് BJPയും ആവർത്തിച്ചു. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, വലിയ പ്രതിഷേധമാണ് രാജ്യമുടനീളം നടക്കുന്നത് യുവ ഡോക്ടറിന്റെ ബലാത്സംഗ കൊലയിൽ. നമ്മളത് ആ പ്രതിഷേധം ആളിപ്പടരുന്നത് ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഒരു സാഹചര്യം എന്താണ്? നിലവിൽ 30 പേരോളം പേർ അറസ്റ്റിലായിട്ടുണ്ട് ഈ ആശുപത്രി അടിച്ചു തകർത്തുമായി ബന്ധപ്പെട്ട്. അതുമാത്രമല്ല, BJP ആവശ്യപ്പെടുന്നു, BJPയും വലിയ പ്രതിഷേധം നടത്തുന്നു. മമതാ ബാനർജി അടക്കം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധം BJPയുടെ ഭാഗത്ത് നടക്കുന്നു. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? മമതാ ബാനർജി രാജിവെക്കണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇന്ന് രാജ്യമെമ്പാടും നടന്ന ഈ പ്രതിഷേധത്തിൽ വലിയ പിന്തുണയാണ് ലഭിച്ചത്. ഡോക്ടർമാർ എല്ലാ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് കർണാടക, ബീഹാർ, മണിപ്പൂർ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനം, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഡോക്ടർമാർ വലിയ തോതിൽ ഈ സമരത്തിൽ പങ്കെടുത്തു. കാഷ്വാലിറ്റികൾ ഒഴികെയുള്ള മറ്റ് പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല. പ്രത്യേകിച്ച് ഈ OP പരിശോധനകളും ഒപ്പം സർജറികളും ഒക്കെ പിന്നീടൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. എയിംസിലും അതുപോലുള്ള സ്ഥലങ്ങളിലുമെല്ലാം 90% കുറവാണ് ഇന്ന് രോഗികളുടെ കാര്യത്തിൽ ഉണ്ടായത്. വലിയ ഒരു പ്രതിഷേധം രാജ്യത്ത് അരങ്ങേറുന്നു. 5 സുപ്രധാനമായ ആവശ്യങ്ങളാണ് ഈ ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും
പ്രധാനപ്പെട്ടത് ഒരു ശക്തമായ ഒരു നിയമം ഉണ്ടാവുക, ഡോക്ടർമാർക്കെതിരെ ഉള്ള ഈ ആക്രമണങ്ങൾക്ക് തടയിടുന്നതിനായി ശക്തമായ ഒരു കേന്ദ്ര നിയമം ഉണ്ടാകുക. 25 സംസ്ഥാനങ്ങൾ അത്തരത്തിൽ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതോടനുബന്ധിച്ച് ഒരു കേന്ദ്ര നയം ഉണ്ടാകുക എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ആവശ്യം. മാത്രവുമല്ല, ഈ ഡോക്ടറുടെ കൊലപാതകത്തിലും ഈ ബലാത്സംഗത്തിലും ശക്തമായ ഒരു അന്വേഷണം ഉണ്ടാവുക, കുറ്റക്കാരെ മുഴുവൻ പിടികൂടുക, ഡോക്ടർമാരുടെ പ്രവർത്തന സാഹചര്യങ്ങൾ വിലയിരുത്തുക, അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു സൗകര്യം ഉറപ്പാക്കുക, ആശുപത്രികളെ ഒരു സുരക്ഷാ സോണായി എയർപോർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നൽകുന്ന തരത്തിലുള്ള ഒരു സുരക്ഷാ സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നല്ല സുരക്ഷ ഏർപ്പെടുത്തുക, അതുപോലെ ഈ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഡോക്ടർമാർ പ്രതിഷേധം ശക്തമാക്കുന്നത്. അതേസമയം ഇന്ന് പ്രതിഷേധവുമായി മറ്റ് പല സംഘടനകളും രംഗത്തെത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് ABVP ഡൽഹിയിലും ലക്നൌവിലുമൊക്കെ മമതാ ബാനർജിയുടെ കോലം കത്തിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. BJP നേതാവ് സംബിത് പാത്ര വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൊൽക്കത്ത സന്ദർശിക്കുകയും ഈ സംഭവത്തിൻ്റെ കുറിച്ച് പഠിക്കാൻ അങ്ങോട്ട് പോവുകയും വേണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ആവശ്യമുള്ള രീതിയിലൊരു പ്രതികരണം അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്ന ആക്ഷേപം ഒരു വശത്ത് ഉന്നയിക്കുന്നു. അതേസമയം മമതാ ബാനർജി ആകട്ടെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തെറ്റായ പ്രചരണം BJPയും CPMും നടത്തുന്നുവെന്ന ആരോപണവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പല വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുന്നു. ആശുപത്രി അടിച്ചു തകർക്കുന്നതിൽ BJPയും CPMും കൂട്ടായി പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് മമതാ ബാനർജി മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഈ കുറ്റവാളികൾക്കെതിരെ ശക്തമായൊരു നടപടി ഉണ്ടാകണം എന്ന് മമതാ ബാനർജിയും ആവശ്യപ്പെട്ടു. എന്നാൽ ഡോക്ടർമാരുടെ പ്രതിഷേധം ഈ തുടരുന്നൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്ക് സംബന്ധിച്ചൊരു നിവേദനം നൽകും എന്നാണ് IMA പ്രസിഡന്റ് ഡോക്ടർ അശോകനും അതുപോലെ ജനറൽ സെക്രട്ടറി ഡോക്ടർ അനിൽകുമാർ ജെ നായക്കും വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു കത്ത് പ്രധാനമന്ത്രിക്ക് അയക്കും. CBI ഇന്ന് ഈ ആശുപത്രിയിൽ പരിശോധന നടത്തി. നേരത്തെ ഇവിടെ പ്രിൻസിപ്പളായിരുന്ന സന്ദീപ് ഘോഷിനെ CBI വീണ്ടും ഇന്ന് ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസവും സന്ദീപ് ഘോഷിൽ നിന്ന് ചില വിവരങ്ങൾ CBI ആരാഞ്ഞിരുന്നു. ഈ സംഭവം നടന്ന സ്ഥലവും അവിടെ പരിശോധിച്ചു. ജിതിൻ റാം മാഞ്ചി കേന്ദ്രമന്ത്രി വെസ്റ്റ് ബംഗാൾ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നെന്നും കേന്ദ്രം ഇടപെടണമെന്നും ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ലാലു പ്രസാദ് ആകട്ടെ നടന്നത് കാടത്വമാണ് എന്ന് പറയുമ്പോൾ റാബ്രി ദേവി ഇത് രാഷ്ട്രീയം കളിക്കാൻ BJP ഈ അവസരം മുതലാക്കുന്നുവെന്ന ആക്ഷേപം കൂടി മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ BJPയുടെ വക്താവ് NC സൈനി ആകട്ടെ മമതാ ബാനർജി ഇരവാദം ഉന്നയിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്ന നിലപാടും വ്യക്തമാക്കുന്നു. ലോകമെമ്പാടും പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. ഡാക്കയിലും പ്രതിഷേധം ഉണ്ടായി. വിദ്യാർത്ഥികൾ ഇന്ന് ഡാക്ക സർവകലാശാലയിൽ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി എത്തി. UK-യിൽ ഡോക്ടർമാർ അവിടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. മാത്രമല്ല തുറന്ന കത്തെഴുതുകയും ചെയ്തു. 22-ാം തീയതി UK-യിലെ വനിതാ ഡോക്ടർമാർ ഒരു സമാധാനപരമായ ഒരു പ്രതിഷേധം ഈ സംഭവത്തിൽ സംഘടിപ്പിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഗുജറാത്തിൽ ഒരു പ്രതിഷേധ പ്രകടനത്തിനിടെ ഒരു ഡോക്ടർ തോക്കുമായി എത്തിയത് വലിയ വിവാദമായിട്ടുണ്ട്. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നു. മഹുവ മൊയ്ത്തിരിയും അതുപോലെ തന്നെ മമതാ ബാനർജിയും തങ്ങൾക്കെതിരെ വ്യാജ പ്രചരണം നടക്കുന്നു എന്ന ആരോപണവുമായി ആണ് നില ഉറപ്പിച്ചിട്ടുള്ളത്. ഇതാണ് സാഹചര്യം. ഇന്നലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ രാജ്യവ്യാപക പ്രതിഷേധമാണ്. പ്രതിഷേധം ആളിക്കത്തുന്ന സാഹചര്യം. നിലവിൽ BJP മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം രാജിവെക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നു. നാഷണൽ ഡെസ്കിൽ നിന്നും മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊൽക്കത്തയിൽ RG-കാർ ആശുപത്രിയിൽ PG ഡോക്ടർ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം. സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർ ഉൾപ്പെടെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. OP ഡ്യൂട്ടികളിൽ നിന്ന് വിട്ടുനിന്നതോടെ രോഗികൾ ദുരിതത്തിലായി. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദിന്റെയും കൊച്ചിയിൽ നിന്ന് നോമി ദിനേശിന്റെയും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജന്റെയും റിപ്പോർട്ട് നോക്കാം. കഴിഞ്ഞ ദിവസം ആരംഭിച്ച സമരം ശക്തമായി തുടരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബ്ലഡ് ബാങ്കിന് സമീപമാണ് ഇന്നത്തെ സമരപരിപാടി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം IMA ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംഘടനകൾ ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് രംഗത്ത് എത്തിയെന്നത് തന്നെയാണ്. IMAയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വർഷങ്ങളായി സംഘടനയുടെ തലപ്പത്ത് തുടരുന്ന പ്രധാനപ്പെട്ട സീനിയറായിട്ടുള്ള ഡോക്ടർമാരെല്ലാം തന്നെ ഇന്നത്തെ സമരത്തിന്റെ ഭാഗമായി പങ്കെടുത്തു. അതോടൊപ്പം തന്നെയാണ് ഈ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ ശക്തമായ നിയമ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ പ്രസ്ഥാനങ്ങൾ, കൂടുതൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂടുതൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ജീവനക്കാരും ഈ സമരത്തിന്റെ ഭാഗമാകുന്നു. RCC, ശ്രീചിത്ര ഡെന്റൽ കോളേജ് തുടങ്ങി
വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ ഈ സമരത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടർമാർ, PG ഡോക്ടർമാരും അതോടൊപ്പം സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും ആരംഭിച്ച സമരം അവർ വാർഡുകളിലെയും OP-കളിലെയും സേവനം അവസാനിപ്പിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കാതെ മാറി നിന്നുകൊണ്ടുള്ള ഒരു സമരവുമായാണ് മുന്നോട്ട് പോകുന്നത്. സീനിയർ ഡോക്ടർമാരുടെ സേവനമാണ് ലഭ്യമാക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും അത്യാഹിത വിഭാഗത്തിന്റെയും പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താത്ത തരത്തിലുള്ള സമരവുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഹൌസ് സർജൻസ് ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്ന ആശങ്ക, ഏറ്റവും കൂടുതൽ ആശുപത്രികളിൽ സേവനവുമായി രംഗത്തുള്ളത് ജൂനിയർ ഡോക്ടർമാരാണ്. അവരുടെ ജീവന് പോലും സംരക്ഷണമില്ലാത്ത സാഹചര്യമാണ്. രാജ്യത്തിന് വേണ്ടി സേവനം നൽകുമ്പോൾ ജീവൻ നഷ്ടമാകും. അങ്ങനെ ഒരു നിലയിലൂടെ ഡോക്ടർമാരുടെ ജീവിതം കടന്നുപോകുന്ന സാഹചര്യമുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് രാത്രികാലങ്ങളിൽ കാഷ്വാലിറ്റികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സേവനം നൽകുന്നത് PG ഡോക്ടർമാര്, ഹൌസ് സർജൻസ്, അങ്ങനെ ആ തരത്തിലുള്ള ജൂനിയർ ഡോക്ടർമാരാണ്. അവിടെ ഈ ലഹരി ഉപയോഗിച്ചു വരുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ബൈസ്റ്റാൻഡർമാർ എത്തുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പ്രകോപിതരാകുകയും ഡോക്ടർമാർക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്നു. ഡോക്ടർ വന്ദനാദാസിന്റെ അനുഭവം മുന്നിലുണ്ട്. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായി അത് കേരളം നെഞ്ചിൽ പേറുമ്പോഴാണ് കൊൽക്കത്തയിൽ അതിനിഷ്ഠൂരമായ ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിൽ രോഷം അണപൊട്ടുന്നതും രാജ്യവ്യാപകമായി തന്നെ ഡോക്ടർമാരുടെ സംഘടനകൾ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനി 2019 അത് കേന്ദ്ര സർക്കാർ ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള നിയമം കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഇപ്പോഴും അത് നിയമമായി മാറിയിട്ടില്ല. അത് തന്നെയാണ് ഡോക്ടർമാർ പ്രധാനമായും ഉന്നയിക്കുന്ന പരാതിയും. എന്തുകൊണ്ടാണ് തങ്ങളുടെ ജീവന് വില നൽകിക്കൊണ്ട് രാജ്യം തങ്ങളുടെ സേവനത്തെ പരിഗണിക്കാത്തത് എന്ന സുപ്രധാനമായ ചോദ്യമാണ് ഡോക്ടർമാരുടെ സംഘടന ഉന്നയിക്കുന്നത്, പ്രത്യേകിച്ച് ജൂനിയർ ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. വിപിൻ മുരളിക്കൊപ്പം DV ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യവ്യാപകമായി നടക്കുന്ന ഡോക്ടർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ ജനറൽ ആശുപത്രിയിലെ OP വിഭാഗവും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ സമരം നാളെ രാവിലെ 6 മണിക്കാണ് അവസാനിക്കുക. ഇന്ന് ജനറൽ ആശുപത്രിയിൽ ശനിയാഴ്ച ആയതിനാൽ സാധാരണ ഈ സ്പെഷ്യൽ ഡോക്ടർമാർ, ഹൃദ്രോഗത്തിനായിക്കോട്ടെ ബാക്കിയുള്ള സ്പെഷ്യൽ ഡോക്ടർമാർ പൊതുവെ ശനിയാഴ്ച OP-കളിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ അവരെ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണം കുറവാണ്. മറ്റ് പനി അടക്കമുള്ള രോഗങ്ങൾക്കായി എത്തുന്നവർക്ക് ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി PG ഡോക്ടർമാർ ഇവിടെയുണ്ട്. എന്തായാലും OP ഡോക്ടർമാർ ഇന്ന് പൂർണ്ണമായും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അവർ അവധിയിലാണ്. മറ്റ് PG ഡോക്ടർമാരാണ് ഇവിടെ എത്തുന്ന രോഗികളെ ചികിത്സിക്കുന്നത്. പലരും ഈ സമരമാണെന്ന് അറിയാതെ എത്തിയ രോഗികളുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ തന്നെ കൃത്യമായി ചികിത്സ എത്തിക്കാൻ PG ഡോക്ടർമാർ, ഹൌസ് സർജൻമാർ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, അത്യാഹിത വിഭാഗം മുടക്കില്ല, അത് കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. ഇവിടെ നമുക്ക് കാണാം രോഗികളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ട്. അതായത് 4 PG ഡോക്ടർമാർ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 4 ഡോക്ടർമാരുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സേവനം അത് എത്തുന്നുണ്ടെങ്കിൽ പോലും അതിൽ ചെറിയൊരു സമയത്തിന് ഒരു കാലതാമസം നേരിടുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ രോഗികളുടെ ഭാഗത്ത് നിന്നും ഡോക്ടർമാർക്ക് വലിയ വിധത്തിലുള്ള പിന്തുണ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇന്ന് അവർ ഈ പ്രതിഷേധിക്കുന്നതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. തങ്ങളുടെ ഈ ഒരു തങ്ങൾക്ക് ചികിത്സ, അതായത് രോഗികൾക്ക് ചികിത്സ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ തങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. പലപ്പോഴും ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ നഴ്സുമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിയമം ശക്തമാക്കും അല്ലെങ്കിൽ വലിയ ചർച്ചാ വിഷയമാകുന്നു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷ ഒരുക്കാത്തത് വലിയ വിധത്തിൽ ഒരു പ്രതിഷേധം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ജനറൽ ആശുപത്രിയിലായിക്കോട്ടെ നഴ്സസും ഇവർക്ക് ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ഈ ഒരു സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു എത്തുകയും ചെയ്തിരുന്നു. നമുക്ക് ഒത്തിരി അത് ശക്തമാക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ നേരിടുന്ന നമുക്ക് യാതൊരു സുരക്ഷയും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവൻ പണയം വെച്ചാണ് നമ്മൾ എല്ലാവരും ഈ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് വരാം, തിരിച്ച് വീട്ടിൽ ചെന്ന് മക്കളെ കാണാൻ പറ്റുമോ, കുടുംബാംഗങ്ങളെ കാണാൻ പറ്റുമോ എന്നറിയാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതെല്ലാം മാറേണ്ട കാലം കഴിഞ്ഞു. സംഘടനാപരമായി ഗവൺമെന്റ് തലത്തിലും എല്ലാം നമ്മൾ അതിന് ഇത് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഞങ്ങളായാലും ഈ പ്രൊഫഷനിലോട്ട് ഇനി വരേണ്ടതാണ്. എന്ത് വിശ്വസിച്ച് ഞങ്ങൾ ഇനി ഇതിൽ തുടരും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഞങ്ങൾ നഴ്സുമാരും അതുപോലെ തന്നെ അതായത് മെഡിക്കൽ പ്രൊഫഷണൽസ് എല്ലാവരും ഇങ്ങനെ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് അല്ലെങ്കിൽ സേവനം വളരെയധികം ഇഷ്ടപ്പെട്ട് തന്നെ വരുന്നതാണ്. ഇവൻ ഹോസ്പിറ്റലില് ഇത്രയും വലിയ സെക്യൂരിറ്റി സെറ്റിംഗ്സ് ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഡോക്ടർ സേഫ് അല്ലെങ്കിൽ
ബാക്കിയുള്ളവർക്ക് എവിടെയാണ് നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കേണ്ടത്? നിർഭയ ഉണ്ടായി, അടുത്തിടെ ഡോക്ടർ ഉണ്ടായി, പലരും ഉണ്ടായി. പക്ഷെ നമുക്കിതിന് ഒന്നും കിട്ടിയിട്ടില്ല. ജസ്റ്റിസ് നമുക്ക് ഇതുവരെ കിട്ടണില്ല. എന്ത് ചെയ്യും? ഞങ്ങൾക്ക് എന്ത് സേഫ്റ്റി ആണുള്ളത്? കാരണം പേഷ്യൻസിനോട് ഏറ്റവും അടുത്തിരിക്കണ അല്ലെങ്കിൽ അവർക്ക് കെയർ കൊടുക്കേണ്ട ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പോലും പറ്റുന്നില്ല. പേടിയാണ്. ഒരു സെക്യൂരിറ്റി ഞങ്ങൾക്ക് വേണ്ടി വരുന്നു. അതാണ് പ്രശ്നം. എന്നാലും രോഗികൾ പലരും ഈ വിവരം അറിയാതെയാണ് ഇവിടെ എത്തിയത്. അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അത്യാവശ്യ ഘട്ടത്തിൽ പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ ഡോക്ടർ ഇല്ലാത്തത് അവർക്ക് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ പോലും PG ഡോക്ടർമാരെ കണ്ട് അവർ മടങ്ങുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സിങ്ങിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഇന്ന് ഡോക്ടർമാരുടെ സമരം നടക്കുകയാണ്. ഒരു ഡോക്ടറേ ഉള്ളു. അപ്പൊ അവിടെ നിന്നപ്പോ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞു വെച്ചു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വെച്ച് അങ്ങനെ ഇപ്പൊ കണ്ടു ഡോക്ടറിനെ കണ്ടു. ഡോക്ടറെ കാണാൻ പറ്റാണ്ട് വന്നാൽ കൂടെ എല്ലാരും ഡോക്ടറെ കണ്ടിട്ടാൻ പോയത്. ഇല്ല, ഡോക്ടർ ഇല്ല. ഇന്ന് ഡോക്ടർമാരുടെ സമരമാണ്. അറിഞ്ഞിരുന്നില്ല അല്ലേ? ഇല്ല, ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ. ഇന്ന് ഡോക്ടർമാരുടെ സമരമാണ്. അപ്പൊ ഇന്ന് PG ഡോക്ടർമാര് മാത്രമേ ഇന്ന് ഉണ്ടാവൂ. ഏത് ഡോക്ടറെ കാണാനായിരുന്നു? കണ്ണിന്റെ ഡോക്ടർ. ഇന്ന് അറിഞ്ഞിരുന്നില്ല അല്ലെ സമരമാണെന്ന്? അറിഞ്ഞില്ല. കാലിന് പഴുപ്പുണ്ട്, അതാണ്. അപ്പൊ ഇന്ന് വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കാലിന്റെ ഇവിടെ പഴുപ്പ്. ഡോക്ടർമാരുടെ സമരമാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഡോക്ടർമാരുണ്ടാവില്ല. ഇന്ന് PG ഡോക്ടർമാര് മാത്രമേ ഇന്ന് ഉണ്ടാവൂ. എന്തായാലും ഇന്ന് വൈകുന്നേരം 7 മണിക്ക് IMAയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി ഒരു പ്രകടനം ഇവർ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നാളെ രാവിലെ 6 മണിക്കാണ് ഈ സമരം അവസാനിപ്പിക്കുക. തങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണം, അതിനുവേണ്ടിയിട്ടുള്ള നിയമം ശക്തമായി തന്നെ വരുത്തണം, നിലവിൽ വരണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. വന്ദനാദാസിന്റെ അല്ലെങ്കിൽ അതിനുശേഷം ഈ ലഹരി ഉപയോഗിച്ച് രോഗികൾ എത്തി ഡോക്ടർമാർക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത് സ്ഥിരം വാർത്തയാകുന്നു. കൊൽക്കത്തയിൽ അതിക്രൂരമായി ഒരു ഡോക്ടർ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്നു. ഇതെല്ലാം വലിയ രീതിയിലാണ് ഈ ഡോക്ടർമാർക്കായിക്കോട്ടെ അല്ലെങ്കിൽ നഴ്സുമാർക്കായിക്കോട്ടെ ആശങ്ക സൃഷ്ടിക്കുന്നത്. ഇതിനൊരു പരിഹാരമുണ്ടായി തങ്ങൾക്ക് നീതി വേണം എന്നുള്ളൊരു ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരത്തിന് ഡോക്ടർമാരുടെ പിന്തുണ ഏറുന്നത്. ക്യാമറാമാൻ മനോജ് കുമാറിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കൊൽക്കത്ത മെഡിക്കൽ കോളേജിലെ സംഭവത്തിൽ ആരോഗ്യമേഖലയിൽ കടുത്ത പ്രതിഷേധം ഇരമ്പുകയാണ്. ആലപ്പുഴയിലും അത്തരത്തിലുള്ള പ്രതിഷേധം ഇന്ന് സംഘടിപ്പിച്ചിരുന്നു. ആരോഗ്യ പ്രവർത്തകർ ആലപ്പുഴ ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നിന്നും ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകർ അവരുടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മാത്രമല്ല എല്ലാ ഇടങ്ങളിലും അവർ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ രാജ്യമൊട്ടുക്കെ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള നിയമം, ഏകീകൃതമായ ഒരു നിയമം കൊണ്ടുവരണമെന്നുള്ള ആവശ്യം തന്നെയാണ് ആലപ്പുഴയിലെയും ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഒപ്പം സുരക്ഷിതമായ ഇടങ്ങൾ, അതായത് ആരോഗ്യ പ്രവർത്തകർക്ക് വിശ്രമിക്കുന്നതിനടക്കം സുരക്ഷിതമായ ഇടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇവിടെ ഇന്നലെ വൈകിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. രാത്രി ഡോക്ടർമാരുടെയും ഒപ്പം തന്നെ PG സ്റ്റുഡൻസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിന് ആലപ്പുഴ മെഡിക്കൽ കോളേജും ഇന്നലെ രാത്രി വേദിയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് ജനറൽ ആശുപത്രിയിൽ കളക്ടറേറ്റ് മാർച്ച് ഡോക്ടർമാരുടെയും ഒപ്പം തന്നെ നഴ്സുമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആലപ്പുഴയിൽ അത്തരത്തിലൊരു പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. ആലപ്പുഴ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജിലും അടക്കം ഇന്ന് OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് മുന്നോട്ട് പോകുന്നത്. സർ, ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ പോയി എന്ന് പറയുന്നു. ഇന്ന് നിങ്ങളുടെ കളക്ടറേറ്റ് മാർച്ചും ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഞങ്ങൾ ഇന്നലെയും ഒരു മാർച്ച് പോയായിരുന്നു. ഞങ്ങൾ സ്ട്രൈക്കിന്റെ ഭാഗമായിട്ട് ഇത്രയും നികൃഷ്ടമായ ഒരു പ്രവൃത്തി നടന്നിട്ടും ഒരു ആക്ഷനും എടുക്കാതിരിക്കുന്ന സർക്കാരിനെതിരെയും നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസ് മാത്രമല്ല, ഇനിയൊരു ഫ്യൂച്ചർ ഡോക്ടർ എങ്ങനെ ഇവിടെ വളർന്നു വരണം, എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് മുന്നിൽ കണ്ടാണ് നടത്തേണ്ടത്, ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ശക്തമായൊരു പ്രതിഷേധത്തിലാണ് ഇന്നലെയും ഇന്നും ഞങ്ങൾ പോയിരിക്കുന്നത്. ഇന്നലെയും ഞങ്ങളൊരു സ്ട്രൈക്ക് ചെയ്തായിരുന്നു. ഞങ്ങൾ ഹൗസ് സർജൻസ് എല്ലാം ഉണ്ടായിരുന്നു. എത്രമാത്രം നമുക്ക് വന്ദനയുടെ കേസൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ എത്രമാത്രം അരക്ഷിതാവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ ജോലി സാഹചര്യത്തിൽ കടന്നു പോകുന്നത്? നമ്മൾ ആക്ച്വലി സുരക്ഷിത നോക്കിയിട്ടല്ല പേഷ്യൻസിനെ ആരും നോക്കുന്നത്. പക്ഷെ അത് നോക്കുന്നത് നാട്ടുകാരാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ പേഷ്യൻസ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ സുരക്ഷ ഒരിക്കലും നോക്കാറില്ല. എന്താണ് ഇമ്പോർട്ടൻസ് നോക്കിയിട്ടാണ് അവരെ നോക്കാറ്. പക്ഷെ ഇപ്പോൾ വന്ന കേസ് അത് ഇതുവരെ നടക്കാത്ത കാര്യമാണ്. ഒരു ഡോക്ടർ അവരുടെ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത്, അവർ റെസ്റ്റ് എടുക്കാൻ പോയ സമയത്താണ് അവരെ ബ്രൂട്ടലി റേപ്പ് ബൈ മെനി പീപ്പിൾ.
അത് നമ്മൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ അക്രമം തുടങ്ങിയിട്ട് കുറെ കാലമായി. വന്ദനയുടെ കേസിന് മുന്നേ ഒരുപാട് കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒരു മരണം വരെ കാത്തിരുന്നു. മരണത്തിന് ശേഷം മാത്രമേ നമ്മൾ റിയാക്ട് ചെയ്യുന്നുള്ളൂ. കാര്യമായ മാറ്റങ്ങൾ ഈ വന്ദനയുടെ കേസിന് ശേഷം ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മുടെ സുരക്ഷ നമ്മളിപ്പോഴും പോലീസ് എല്ലാവരും നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മനുഷ്യരെ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും. നമ്മളെല്ലാവരും പേഷ്യൻസ് ആയിട്ട് കാണുന്നത്. ആരാണ് നമ്മളെ ആക്രമിക്കാൻ വന്നത് നമ്മൾ ഒട്ടും ചിന്തിക്കുന്ന പോലും ഇല്ല. പക്ഷെ അതിനെല്ലാം ആരെങ്കിലും ഇതിനൊരു ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു റൂൾ വെക്കണം, അല്ലെങ്കിൽ പ്രതികരിക്കണം. രാജ്യമൊട്ടുക്കെ ഏകീകൃതമായ ഒരു നിയമം വേണമെന്നാണ് നിങ്ങൾ ആവശ്യം. പ്രതികരണം കുറവായതുകൊണ്ടാണല്ലോ പിന്നെ ഇത് റിപ്പീറ്റ് ആവുന്നത്. പ്രതികരണം കുറവാണ്. കൊൽക്കത്ത സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് ഘട്ടം വരെ നിങ്ങൾ പ്രതിഷേധവുമായി പോകാനാണ് ആഗ്രഹിക്കുന്നത്? ഞങ്ങള് കുറ്റവാളികളെ കണ്ടുപിടിച്ച് അവർക്ക് പൂർണ്ണ ശിക്ഷ ലഭിക്കുന്നത് വരെ ഞങ്ങള് മുഴുവൻ സപ്പോർട്ടോടെ ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നീതി ലഭിക്കുന്നവരെ ഞങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞങ്ങളെ പ്രൊട്ടസ്റ്റ്. ജനങ്ങളും നമ്മൾ ഡോക്ടർ അല്ലെങ്കിൽ ആരോഗ്യപ്രവർത്തകർ മാത്രമല്ല, ജനങ്ങളും ഇതിന് ഇറങ്ങണം, അറിയണം. അവരും അറിയണം. പലർക്കും ഇപ്പോഴും അറിയത്തില്ല എന്താ സംഭവിക്കുന്നത്. അന്ന് ഡൽഹിയിലുണ്ടായ സംഭവത്തിൽ അന്ന് രാജ്യം മൊത്തം കത്തി. പക്ഷേ ഇപ്പോൾ അതിന്റെ പകുതി പോലും നമ്മൾ ജനങ്ങളിൽ ഒന്നിനും അറിയുന്ന പോലും ഇല്ല, ആരും പ്രതികരിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഡ്യൂട്ടി നിർത്തിവെച്ചിട്ട് പോലും നമുക്ക് ഇത് പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടി വരുന്നത്. കാരണം ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ നോക്കാൻ തയ്യാറാണ്. അതാണ് അവർ പറയുന്നത്. അതായത് സുരക്ഷിതമായ ഒരു സാഹചര്യം നമുക്ക് കേരളത്തിൽ തന്നെയാണെങ്കിലും വന്ദനയുടെ കേസുണ്ട്. ആ സംഭവങ്ങൾക്കൊക്കെ ശേഷവും സുരക്ഷിതമായ ഒരു ഇടം ഒരുക്കി നൽകുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് സമാധാനപരമായി ജോലി ചെയ്യാവുന്ന ഒരു അന്തരീക്ഷം ആശുപത്രിയിൽ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കൊൽക്കത്ത അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയൊരു സംഭവം ആവർത്തിക്കരുത്, അതിനകത്ത് കൃത്യമായി പ്രതികൾ ശിക്ഷിക്കപ്പെടണം. മാത്രമല്ല രാജ്യവ്യാപകമായി ഈ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് കൃത്യമായ നിയമങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിനു വേണ്ടി ആ ഒരു പ്രതിഷേധം അവർ ഏത് ഘട്ടം വരെയും കൊണ്ടുപോകും. ജനങ്ങളുടെ കൂടി പിന്തുണ വേണമെന്നുള്ള ആവശ്യമാണ് ആരോഗ്യ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് എത്താം വളരെ വേഗം, ചെറിയൊരിടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്നും പുറത്തുവിടില്ല. റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്ന നടി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുന്നതിനാലാണ് സർക്കാർ തീരുമാനം. നോമി ദിനേശിന്റെ റിപ്പോർട്ട് കാണാം. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ച് 4.5 വർഷം കഴിഞ്ഞിട്ടും ഇത് പുറത്തുവിടാത്തതിൽ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. കഴിഞ്ഞ ദിവസം നിർമ്മാതാവായ സജിമോൻ പാറയിൽ ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തുകയും സ്വകാര്യതയെ ഹരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്, അതുകൊണ്ട് അത് പുറത്തുവിടരുത് എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും പക്ഷേ ഹൈക്കോടതി ഹർജി തള്ളിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് സർക്കാരിനോട് പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് സാംസ്കാരിക വകുപ്പിൽ നിന്നും നമുക്കറിയാൻ സാധിച്ചത്. പക്ഷേ മണിക്കൂറുകൾ മുൻപ് തന്നെ സർക്കാർ വ്യക്തമാക്കുന്നു ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജി, നടി രഞ്ജിനിയുടെ ഹർജി ഉള്ളതിനാൽ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാൻ സാധിക്കുകയില്ല. തിങ്കളാഴ്ച ഹൈക്കോടതി ഇതിലൊരു വിധി പുറപ്പെടുവിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ള കാര്യം സർക്കാർ വൃത്തങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു. ഇന്നലെ വൈകിട്ടാണ് നടി രഞ്ജിനി ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ രഞ്ജിനി പ്രധാനമായും പറയുന്നത് താൻ അടക്കമുള്ള നടിമാർ ഹേമ കമ്മീഷന് മുൻപിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അത് ഏത് വിധേയനാണ് റിപ്പോർട്ടിൽ വന്നതെന്ന് തങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഈ റിപ്പോർട്ട് തങ്ങൾക്ക് കണ്ടതിന് ശേഷം മാത്രമേ പുറത്തുവിടാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിലെ പല വ്യക്തികളെയും കുറിച്ചുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് തങ്ങൾക്ക് ദോഷകരമായി തന്നെ ബാധിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ റിപ്പോർട്ടിൽ എന്താണോ ഉള്ളത് അത് തങ്ങൾക്ക് കാണിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിന്റെ ഒരു കോപ്പി ഈ പരാതിക്കാരായവർക്ക് നൽകിയതിനു ശേഷം മാത്രമേ ഇത് പുറത്തുവിടാവൂ എന്നാണ് നടി രഞ്ജിനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ചയാണ് ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക. 4 വർഷം കഴിഞ്ഞു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിച്ചിട്ട്. പക്ഷേ ഇപ്പോഴും ഇത് പുറത്തുവിടാതെയുള്ള സർക്കാരിന്റെ ഈ ഒരു ഒളിച്ചുപൊളി അത് വലിയ വിവാദങ്ങളിലേക്കാണ്
വഴിവെക്കുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ആർക്കാണ് ഇത്ര ഭയം? സിനിമാ മേഖലയിലുള്ള പല വ്യക്തികളെയും കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അത് ഏത് വിധത്തിലുള്ള ആരോപണങ്ങളാണ് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. റിപ്പോർട്ട് പുറത്തുവിട്ടാൽ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാലും തിങ്കളാഴ്ച രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കുമ്പോൾ എന്താണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് എന്നാണ് ഉറ്റുനോക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നതിനോട് വിയോജിപ്പില്ലെന്ന് നടി രഞ്ജിനി. പക്ഷേ റിപ്പോർട്ട് പരസ്യപ്പെടുത്തും മുൻപ് ചില കാര്യങ്ങളിൽ വ്യക്തത വരണം. താനടക്കമുള്ളവർ നൽകിയ മൊഴി ശരിയായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ബോധ്യപ്പെടണം. കമ്മിറ്റിയുടെ നിഗമനങ്ങൾ അറിയണമെന്നും നടി രഞ്ജിനി ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രൻ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. വിധിയിലാണ് ഞാൻ വായിച്ചത് that nobody has asked for this point. അപ്പൊ ഇതുവരെ എന്തിനാ പബ്ലിഷിക്ക് വേണ്ടിയാണോ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്? അല്ല, ബിക്കോസ് ഇറ്റ് ഹാസ് ടു ബി പബ്ലിഷ്. ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷെ ആ പബ്ലിഷ് ചെയ്തതിന് മുമ്പ് ഒന്ന് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്തത് നമുക്ക് കാണിക്കണം. ബിക്കോസ് ഐ വാണ്ട് ടു നോ, ഞാൻ പറഞ്ഞതേ വെർബലായിട്ട് പറഞ്ഞു, അത് എങ്ങനെയാണ് റിട്ടേൺ ആയത്, അത് വായിക്കണ്ടേ, വായിച്ച് തരണ്ടേ. ദാറ്റ് ഈസ് അവരുടെ ഡ്യൂട്ടി, കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. നമ്മളുടെ ഇമെയിൽ പേഴ്സണൽ ഡേറ്റാസ് എല്ലാം അവർക്കും ഉണ്ട്. അവർക്ക് ഇപ്പൊ എല്ലാവരും ഇലക്ട്രോണിക് ആണ് ജീവിതത്തിലാണ് പോകുന്നത്. അങ്ങനെ ടെക്നോളജി ഇരിക്കുമ്പോൾ ഇറ്റ് കുഡ് ഹാവ് ബീൻ വാട്സ്ആപ്പ് ഓർ ഇറ്റ് കുഡ് ബി സെൻഡ് ബൈ ഇമെയിൽ. അത് നമുക്ക് കാണണ്ടേ? ഇങ്ങനെ ഒരു നമ്മളോട് സ്റ്റേറ്റ്മെന്റ് ഇത് കറക്റ്റ് ആണോ, നമുക്ക് കറക്റ്റ് ചെയ്യാമല്ലോ. ഓക്കെ, ഗവൺമെന്റ് പറയുന്നു ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തു വിടുന്നത്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഈ റിപ്പോർട്ടും കണ്ടിട്ട് വാട്ട് ഈസ് ദ റിപ്പോർട്ടിൽ എന്താ കൺക്ലൂഷൻ, എന്താണ് അതിന്റെ കൺക്ലൂഷൻ എന്താ, ഇത്രയ്ക്ക് സ്റ്റഡി നടത്തിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നു, അത് നമുക്ക് അറിയിക്കണ്ടേ. ദാറ്റ് ഈസ് അവർ റൈറ്റ്. നടി രഞ്ജിനിയുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9 മണിക്ക് കാണാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് പങ്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ട് പുറത്തുവിടണമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറാണ്. കോടതി പറഞ്ഞ സമയത്തിനകം റിപ്പോർട്ട് പുറത്തുവിടുമെന്നും മന്ത്രി. അങ്ങനെ റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ വ്യക്തമായി പറയാം, റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം അറിയേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അവർക്കത് തോന്നി കാണത്തില്ല കൊടുക്കണോ. ആ റിപ്പോർട്ടിന്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഗവൺമെന്റ് ഉള്ളിലേക്ക് വന്നത്. ബാക്കി വന്ന മൊഴികളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അവിടെ സൂക്ഷിക്കേണ്ട, അവിടെ കീപ്പ് ചെയ്യേണ്ട കാര്യം. അപ്പൊ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പീലിൽ പോയി. അവര് വിവരാവകാശ കമ്മീഷൻ പോയി. കമ്മീഷനും പറഞ്ഞെന്താ, ആരെയെങ്കിലും വ്യക്തിപരമായി മോശപ്പെടുത്തുന്ന ഭാഗമുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പ്രസിദ്ധീകരിക്കണം. ഇതല്ലേ അവർ പറഞ്ഞത്. ഹൈക്കോടതി പറഞ്ഞത് അത് തന്നെയല്ലേ. പിന്നെ ഇത് പുറത്തു വിടുന്നത് എന്താ പ്രശ്നം? പുറത്തു വിടണമെന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് ഗവൺമെന്റ് ഉള്ളത്. വിട്ടോ, അത് ആ സമയമാകുമ്പോൾ വിട്ടില്ലെങ്കിൽ നമുക്ക് യോജിച്ച് കോടതിയിലേക്ക് പോകാം. മലയാള സിനിമയെ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാനും അത് നടപ്പാക്കാനും അതിനെ നന്നാക്കിയെടുക്കാനും 1 കോടി രൂപ വലിയൊരു തുകയായിട്ട് ഞാൻ കാണുന്നില്ല. അത് കേരളത്തിന്റെ വ്യവസായമായിട്ട് അത് മാറുമ്പോൾ അതിനൊക്കെ വലിയ പ്രയോജനം കേരളം എടുക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ലെന്ന്. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കൃത്യങ്ങൾ അന്ന് പറയുന്ന മുഴുവത്തിന് എനിക്കറിയില്ലെന്ന്. ഞാൻ വായിച്ചിട്ടുള്ള വായിക്കാത്ത കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും. ഞാൻ വായിക്കാത്തൊരു കാര്യം ഞാനങ്ങനെ എന്റെ മുമ്പിലുള്ള നിർദ്ദേശങ്ങളും നിഗമനങ്ങളുമാണ്. ആ നിർദ്ദേശവും നിഗമനം ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പരസ്യമായിട്ട് കോൺഗ്രസ് അവതരിപ്പിക്കും. ഇനി മറ്റു വാർത്തകളിലേക്ക് വരാം. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിലാണ് നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നത്. അതേസമയം തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. കോട്ടയം കൂട്ടിക്കൽ ചേലത്തടം റോഡിൽ മണ്ണിടിച്ചിൽ. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞത്. സംഭവത്തിൽ തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടി ആരംഭിച്ചു. അതേസമയം നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ പമ്പ, കോട്ടയം ജില്ലയിലെ മണിമല നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശവുമുണ്ട്. കാണാം ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. കൂട്ടിക്കലിൽ ഇന്നലെ രാത്രിയാണ് അപ്രതീക്ഷിതമായ അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഈ
ശക്തമായ മഴയ്ക്കിടെയാണ് ചെറിയൊരു ഉരുൾപൊട്ടലിന് സമാനമായ സ്ഥിതിവിശേഷം ഉണ്ടായത്. കൂട്ടിക്കൽ ചോലത്തളം റോഡിലേക്കാണ് വെള്ളം ഒലിച്ചു വരികയും വലിയ കല്ലുകളടക്കം ഒഴുകി വരികയും ചെയ്തത്. ഇതൊരു ഉരുൾപൊട്ടലാണെന്നുള്ള പ്രാഥമിക വിലയിരുത്തൽ തന്നെയാണുള്ളത്. എന്തായാലും ഇത് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു, ഏറെ നേരം തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെയാണ് ഗതാഗതം ഈ മണ്ണ് മാന്തി യന്ത്രങ്ങൾ എത്തിച്ച് മണ്ണൊക്കെ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഈ മേഖലയിൽ പക്ഷേ വീടുകളിലേക്കൊന്നും ഇതൊരു ദുരിതം വിതയ്ക്കുന്ന സ്ഥിതിവിശേഷം എത്തിയിട്ടില്ല. ആളുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ആളപായമോ പരിക്കുകളോ ഒന്നും പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അതിശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് കിഴക്കൻ മേഖലകളിൽ, മലയോര മേഖലകളിൽ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും വെള്ളം കൂടുന്ന സാഹചര്യം ഉണ്ട്. അതേസമയം തന്നെ ഇവിടെ ജാഗ്രത തുടരണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. മഞ്ഞ അലർട്ടാണ് ജില്ലയിൽ ഇന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അതങ്ങനെ തന്നെ തുടരുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഈ കിഴക്കൻ മേഖലകളിലാണ് കാര്യമായ മഴ പെയ്തത് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനപ്പുറത്തേക്ക് കോട്ടയം ഉൾപ്പെടെയുള്ള നഗരമേഖലകളിൽ മഴ പെയ്തു എന്നതിനപ്പുറത്തേക്ക് തുടർച്ചയായി പെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ദുരിതമുണ്ടായ സ്ഥലത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന അടക്കമുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇടുക്കി മുള്ളരിങ്ങാട് മലവെള്ളപ്പാച്ചിലിൽ വൈദികന്റെ കാർ ഒഴുക്കിൽപ്പെട്ടു. മുള്ളരിങ്ങാട് ലൂർദ് മാതാ പള്ളി വികാരി ജേക്കബ് വാട്ടപ്പിള്ളിയുടെ കാറാണ് ഒഴുകിപ്പോയത്. വൈദികനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ഏറെ പണിപെട്ട കാറും കരയ്ക്ക് കയറ്റി. 3 മണിക്കൂറോളം പെയ്ത മഴയിൽ തോടുകൾ കര കവിഞ്ഞൊഴുകി. കൃഷിയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വീണ്ടും മത്സ്യബന്ധന വള്ളം മറിഞ്ഞു. ഒരാൾ കാണാതായി. അഞ്ചുതെങ്ങ് സ്വദേശി ബെഡനിക്കിനെയാണ് കാണാതായത്. 4 പേർ പോയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരമാലയിൽ വെള്ളം തലകീഴായി മറിയുകയായിരുന്നു. 2 പേരെ മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ ഇന്നത്തേക്കുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചു. വരും ദിവസങ്ങളിൽ തിരച്ചിൽ തുടരും. 128 പേരെയാണ് കാണാതായിട്ടുള്ളത്. അനുകൂല കാലാവസ്ഥയാണെങ്കിൽ നിലമ്പൂർ വനാന്തരങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിൽ ഊർജിതമായി തന്നെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ ഇന്നുള്ള തെരച്ചിൽ നിർത്തിവെച്ചു. ഇനി നാളെയാണ് തെരച്ചിൽ ആരംഭിക്കുക. നാളെയും മറ്റന്നാളുമായുള്ള തെരച്ചിലുണ്ടാവും. പക്ഷേ ഭാഗികമായുള്ള തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നിലമ്പൂർ വനങ്ങളോട് ചേർന്ന് നിലമ്പൂർ വനാന്തരങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ വലിയ തോതിൽ നടക്കുന്നത്. അതേസമയം ഈ ഉരുൾപൊട്ടലുണ്ടായ അല്ലെങ്കിൽ ആളുകൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ മേഖലകളിലുള്ള തെരച്ചിൽ ഇപ്പോൾ ഭാഗികമായാണുള്ളത്. അത് പ്രധാനമായും ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈ പ്രദേശങ്ങളിലാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടം ഭാഗത്തും ഇതുപോലെ തന്നെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇതിൽ പരപ്പൻപാറ അതുപോലെ തന്നെ മീൻമുട്ടി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ശരീരാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ മൃതദേഹങ്ങളും കണ്ടെത്തിയത്. ചാലിയാറിലേക്ക് പോകുന്നതാണ്, ചാലിയാറുമായി ചേരുന്ന പ്രദേശമാണ്. മീൻമുട്ടി വെള്ളച്ചാട്ടമെല്ലാം ചാലിയാറിലേക്ക് ചേരുന്നതാണ്. പരപ്പൻപാറയും അങ്ങനെ തന്നെയാണ്. ഈ പ്രദേശങ്ങളിലെ തോടുകളിലും മറ്റുമാണ് ഇത്തരത്തിൽ ഇത് കണ്ടെത്തിയത്. എന്തായാലും ചെറിയ തോടുകളാണ്. ഇത് പിന്നീട് ചാലിയാർ പുഴയിലേക്ക് ചേരുന്ന ഭാഗമാണ്. ഇവിടെ നിന്ന് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങളും അതുപോലെ തന്നെ ശരീരാവശിഷ്ടങ്ങളും ഉണ്ടാവും എന്നുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ തെരച്ചിൽ ഇപ്പോൾ അവിടെ മാത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റുള്ള സ്ഥലങ്ങളിൽ ഭാഗികമായി തെരച്ചിലുണ്ട്. പക്ഷേ ഇന്ന് ശരീരാവശിഷ്ടങ്ങളോ അതുപോലെ തന്നെ മൃതദേഹങ്ങളോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നാളെ ഞായറാഴ്ചയാണ് എങ്കിൽ പോലും തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സംഘം ഉൾപ്പെടെ വീണ്ടും പഠനത്തിനെത്തിയേക്കും എന്നുള്ളൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. എന്നാൽ അത് ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടില്ല. കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ട്. കാരണം ഈ ഉരുൾപൊട്ടലിൻ്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. അതിന് സമഗ്രമായ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കേന്ദ്രത്തിൻ്റെ അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ഭൗമശാസ്ത്ര വിദഗ്ധർ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ പഠനത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും 128 പേരെയാണ് ഇനി കാണാതായിട്ടുള്ളത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഭാഗികമായാണെങ്കിൽ പോലും വരും ദിവസങ്ങളിലും തുടരും.
ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. പ്രതികൂല കാലാവസ്ഥയും ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്താൻ വൈകുന്നതുമാണ് കാരണമായി ജില്ലാ ഭരണകൂടം പറയുന്നത്. ഒരാഴ്ചയ്ക്കകം ദൌത്യം പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി അർജുന്റെ ബന്ധു ജിതിൻ ന്യൂസ് 18നോട്. ശിരൂരിൽ ഇപ്പോൾ താൽക്കാലികമായി തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നു. ഏതായാലും 30 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ തിരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിൽ പ്രധാനമായും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് കാലാവസ്ഥ പ്രതികൂലമാണ്. ഒപ്പം ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. 22-ാം തീയതി ഈ തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് കുടുംബങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനുണ്ട്. കുടുംബം തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിൻ നമ്മോടൊപ്പം ചേരുന്നു. ജിതിൻ, ഏത് തരത്തിലുള്ള ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ? ഡ്രഡ്ജർ എത്തിക്കൊണ്ട് ഉള്ള ഒരു തിരച്ചിലിന്റെ ഉറപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കളക്ടർ പറഞ്ഞ പോലെ 4 ദിവസമെങ്കിലും എടുക്കുമെന്ന ഒരു കാര്യമാണ് മാധ്യമങ്ങളുമായിട്ട് അവർ പങ്കുവച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയിട്ടും 21-ാം തീയതി രാത്രി ശ്രീ മഞ്ചേശ്വരം MLA ശ്രീ AKM അഷ്റഫ് അവർ ഇവിടെ എത്തിച്ചേരും എന്ന ഒരു അറിയിപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നോടും ആ സമയമാകുമ്പോഴേക്ക് ഇവിടെ എത്താൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ തന്നെ തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം. 22-ാം തീയതി തെരച്ചിൽ തുടരുന്നില്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മാർഗങ്ങളിലേക്കായിരിക്കും തന്നെ കുടുംബം പോലെ അല്ലേ? അല്ല, നമ്മൾ അതിലെന്താ കാലതാമസം ഇനിയും വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇനി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പോൾ ആലോചിക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ ജില്ലാ ഭരണകൂട ഭാഗത്തുനിന്ന് ഒരു സഹകരണം നമുക്കുണ്ട്. അർജുനു വേണ്ടി മാത്രമല്ല, മറ്റ് ജീവനും ഈ ഡ്രഡ്ജർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇവരെ കണ്ടെത്താൻ മാത്രവുമല്ല. കാരണം ഈ പുഴയെ ഒരു പഴയ അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടത് കൂടിയിട്ട് ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അത് ചെയ്യണമെങ്കിൽ മനുഷ്യസഹജമായിട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെങ്കിൽ ഈ മെഷീൻ എത്തിക്കുക എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്ക് ഇത് എത്തിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടുത്ത സീസൺ ആകുമ്പോഴേക്ക് ഈ പുഴ ഗതി മാറി ഒഴുകുകയും അത് വേറെ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളും അവർ പറഞ്ഞിട്ടുണ്ട്. ഗംഗാവലി പുഴ വലിയ തോതിൽ കലക്ക് വെള്ളമായി ഇപ്പോൾ ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു ചിത്രമല്ല ഗംഗാവലി പുഴ. ഒഴുക്കും നേരിയ തോതിലുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇവിടെ ശക്തമായി പെയ്ത മഴയാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായതായാലും ആ മൺകൂനകളൊക്കെ ഇപ്പോഴും നമുക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ സമീപത്തായി മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ അദ്ദേഹം റഡാർ പരിശോധനയിൽ കൂടി കണ്ടെത്തിയ ആ സ്ഥലം ഇവിടെയാണ് ലോറി ഉള്ളത്. പക്ഷേ ആ ലോറിക്ക് തൊട്ട് മുകളിലായി വലിയൊരു ആൽമരമുണ്ട്. ഒപ്പം വലിയ പാറക്കൂട്ടങ്ങളും അത്തരത്തിൽ ചെളിയും മണ്ണും ഒക്കെ അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യം ഉണ്ട്. അത് നീക്കം ചെയ്യണം. അത് നീക്കം ചെയ്യാനാണ് ഇപ്പോൾ ഗോവയിൽ നിന്നും ഇത്തരത്തിൽ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത്. ഡ്രഡ്ജർ വരുന്നതോടുകൂടി ആ മൺകൂനങ്ങൾ അവിടെ നിന്ന് ഇളക്കി മാറ്റി ഈ പുഴയെ സാധാരണ ഗതിയിലേക്ക് ആക്കേണ്ടത് കൂടിയുണ്ട്. എന്നാലും ആ കർണാടക സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കും എന്ന വിശ്വാസം തന്നെയാണ് കുടുംബവും പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ അടുത്ത ആഴ്ചയോടുകൂടി പുനരാരംഭിക്കും. കുടുംബം ഇവിടെ തന്നെ തങ്ങും. 3 പേരെ കണ്ടെത്താനുണ്ട്. അവരെ 3 പേരെയും കണ്ടെത്തണമെന്ന ആവശ്യം തന്നെയാണ് ഇവിടെ നിന്നും ഉയരുന്നത്. ശിരൂരിൽ നിന്നും ക്യാമറമാൻ സുമേഷ് ബുറാഴയ്ക്കൊപ്പം KV ബൈജു, ന്യൂസ് 18. KV ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കർണാടക മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട്. മൈസൂരു വികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട മൂഢഭൂമി കുംഭകോണ കേസിലാണ് നടപടി. 3 സാമൂഹിക പ്രവർത്തകർ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ പ്രോസിക്യൂഷൻ അനുമതി നൽകിയത്. മലയാളിയായ TJ എബ്രഹാം, പ്രദീപ് കുമാർ, സ്നേഹമായി കൃഷ്ണ എന്നിവരാണ് ഹർജി നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഭാര്യ പാർവതി മൈസൂർ വികസന അതോറിറ്റിയുടെ ഭൂമി അനധികൃതമായി കൈയടക്കിയെന്നാണ് ആരോപണം. അതേസമയം ഗവർണറുടെ നടപടി ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിച്ചു. പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പരീക്ഷിച്ചത് BJP ഇവിടെയും പരീക്ഷിക്കുന്നു ും ഭരണഘടനാ വിരുദ്ധമായ നടപടിയെ നിയമപരമായി നേരിടുമെന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കി. ഒളിമ്പിക്സിന് ശേഷം ജന്മനാട്ടിലെത്തിയ വിനേഷ് ഫോഗട്ടിന് ഡൽഹി വിമാനത്താവളത്തിൽ വൻ വരവേൽപ്പ്. ആരാധകർ വിമാനത്താവളത്തിന് മുൻപിൽ തടിച്ചുകൂടി. രാജ്യത്തിന് നന്ദി പറഞ്ഞ വിനേഷ് ആരാധകർക്ക് മുൻപിൽ വിങ്ങിപ്പൊട്ടി. ഇത്തരത്തിലൊരു പിന്തുണ ലഭിച്ചതിൽ ഭാഗ്യവതിയാണ് താനെന്നും വിനേഷ് പറഞ്ഞു. ഗുസ്തി താരങ്ങളായ സാക്ഷി മാലിക്കും ബജ്രംഗ് പൂനിയയും വിനേഷിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. आप सब भावुक हैं, कुछ कहना चाहोगे?
अपने पूरे देशवासियों की इतना प्यार और सम्मान। മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി പാകിസ്ഥാൻ വംശജനായ ബിസിനസ്സുകാരൻ തഹ്മറൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറും. US അപ്പീൽ കോടതിയാണ് ഉത്തരവിട്ടത്. ഇന്ത്യയും USഉം തമ്മിലുള്ള കൈമാറ്റ ഉടമ്പടി കരാർ ഇക്കാര്യം ശരിവയ്ക്കുന്നതുമായി കോടതി വിശദീകരിച്ചു. റാണ നൽകിയ അപ്പീലിലാണ് കോടതി ഉത്തരവ്. 2008 നടന്ന മുംബൈ ഭീകരാക്രമണത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് കരുതുന്നത്. ഓഗസ്റ്റ് 15 കോടതി ഉത്തരവിട്ടത്. പകർച്ചവ്യാധിയായ എംപോക്സ് രോഗം പാകിസ്ഥാനിലും സ്ഥിരീകരിച്ചതോടെ ഇന്ത്യയിലും ജാഗ്രത. കഴിഞ്ഞ ദിവസങ്ങളിലായി ആഫ്രിക്കൻ രാഷ്ട്രമായ കോങ്കോയിലും സമീപ രാജ്യങ്ങളിലും എംപോക്സ് രോഗം പടർന്നു പിടിച്ചിരുന്നു. ആഫ്രിക്കൻ മേഖലയിൽ ഇതുവരെ എംപോക്സ് പിടിപെട്ട് 517 പേരാണ് മരണപ്പെട്ടത്. നിലവിൽ 13 രാജ്യങ്ങളിലാണ് എംപോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതോടെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വളരെ വേഗം തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ കാഫിർ വിഷയത്തിൽ MP ഗോവിന്ദൻ വീണ്ടെടുത്തുരുളുന്നുവെന്ന് രമേശ് ചെന്നിത്തല. വർഗീയത ആളിക്കത്തിക്കാനാണ് CPM ശ്രമിച്ചത്. KK ലതികയെ ന്യായീകരിക്കുകയാണ് CPM സെക്രട്ടറി. CPM സംസ്ഥാന സെക്രട്ടറി ജനങ്ങളോട് മാപ്പ് പറയണമെന്നും രമേശ് ചെന്നിത്തല. കാഫിർ പരാമർശത്തിൽ സംസ്ഥാന CPM സെക്രട്ടറി വീണ്ടെടുത്ത് കടന്നുരുളുകയാണ്. അപ്പൊ ഗവൺമെന്റും പോലീസും ചേർന്ന് കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ്. കാഫിർ പരാമർശം കേരളത്തിൽ പ്രത്യേകിച്ച് വടകരയിൽ വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമമായിരുന്നു. അതിന്റെ പേരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ നേരെയാണ് വിരൽ ചൂണ്ടിയിരുന്നത്. വാസ്തവത്തിൽ എന്താണ് ഇപ്പോൾ അന്വേഷണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്? CPM ആണ് ഇതിന്റെ പിന്നിൽ നിന്ന് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിജയിക്കാൻ വേണ്ടി എന്ത് നിന്ദ്യമായ മാർഗവും CPM സ്വീകരിക്കും എന്നുള്ളതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വസ്തുത. അപ്പോൾ ഇന്നലെ സംസ്ഥാന CPM സെക്രട്ടറിയുടെ പരാമർശം വളരെ തെറ്റായിപ്പോയി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കൊച്ചിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ മീറ്റപ്പ്. മരടിൽ പുതുതായി തുടങ്ങുന്ന ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മീറ്റപ്പ് സംഘടിപ്പിച്ചത്. തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ ഗുണ്ടകൾ മീറ്റപ്പിൽ പങ്കെടുത്തു. 6 ഗുണ്ടകളെ പോലീസ് പിടികൂടി. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ടോം കുര്യാക്കോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടോം, നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുതിയ വാർത്തയല്ല. കാരണം ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ കൃത്യമായി ന്യൂസ് 18 പുറത്തെത്തിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആലപ്പുഴയിൽ പോലീസിന്റെ മൂക്കിന് താഴെ പിറന്നാൾ ആഘോഷിച്ച ഗുണ്ടകളുടെ വാർത്തയും നമ്മൾ എത്തിച്ചിരുന്നു. ഇപ്പോഴിതാ കൊച്ചിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ മീറ്റപ്പ് എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിൽ ഈ മരടിൽ പുതുതായി തുടങ്ങുന്ന ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മീറ്റപ്പ് എന്ന് പറയുന്നു. അതായത് ഈ ഗുണ്ടാ സംഘങ്ങൾക്കുള്ള ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ തന്നെയാണോ ടോം? എന്താണ് വിശദാംശങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4 മണിയോട് കൂടിയാണ് കൊച്ചി സിറ്റി പോലീസും മരട് പോലീസും സംയുക്തമായി മരടിലെ തൃപ്പൂണിത്തുറ മരടിലെ ഒരു ഹോട്ടലിൽ റെയ്ഡ് നടത്തിയത്. അതായത് എന്ത് റെയ്ഡാണെന്ന് ആദ്യഘട്ടത്തിൽ ആർക്കും മനസ്സിലായില്ല. പിന്നീടാണ് അവിടെ നിന്നും ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഒത്തുചേർന്ന് ഒരു മീറ്റപ്പാണ് അവിടെ നടക്കുന്നതെന്ന കാര്യം മനസ്സിലായത്. പോലീസിന് ലഭിച്ച രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മരടിലെ ഓഫീസിലെ പോലീസിന്റെ പരിശോധന നടന്നത്. ഇവിടെ നിന്നും 6 ഗുണ്ടകളെ പോലീസ് പിടികൂടി. ഏതാനും വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഈ വാഹനത്തിൽ നിന്നും മാരകായുധങ്ങൾ, വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയും വിവിധ ഗുണ്ടാ തലവന്മാരുൾപ്പെടെ ഈ മീറ്റപ്പിൽ പങ്കെടുത്തു എന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്ന വിവരം. അതായത് ഈ മരടിൽ പുതിയതായി തുടങ്ങുന്ന ഓഫീസ് അത് ചോദിച്ചതുപോലെ ഇതൊരു ഈ ഗുണ്ടകൾ ഇപ്പോൾ സെറ്റിൽമെന്റ് പരിപാടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതായത് നേരിട്ടുള്ള കൊട്ടേഷൻ ആക്രമണം, അതിനപ്പുറം പല സാമ്പത്തിക ഇടപാടുകൾ, അതോടൊപ്പം തന്നെയുള്ള വസ്തു ഇടപാട്, ഇത്തരം കേസുകളൊക്കെ സെറ്റിൽമെന്റ് പരിപാടി നടത്തുക, അങ്ങനെ ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ മരടില് പുതിയതായി ഇവരുടെ ഓഫീസ് തുറന്നത്. ഈ ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഗുണ്ടകളെല്ലാം അവിടെ ഒത്തുചേർന്നത്. ഇത് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട രഹസ്യവിവരം ലഭിക്കുന്നു. അങ്ങനെ ഈ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നു. അവിടെ നിന്ന് 6 ഗുണ്ടകളെ പിടികൂടിയിട്ടുണ്ട്. മറ്റു ചിലർ കൂടി ഉടൻ തന്നെ കസ്റ്റഡിയിലാകുമെന്ന് സൂചനയുണ്ട്. പോലീസ് എത്തിയതിന് പിന്നാലെ ഈ ഗുണ്ടകൾ ചെറിയോടുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതായത് നേരത്തെ ഈ ആലപ്പുഴയിലും തൃശ്ശൂരുമൊക്കെ ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷമൊക്കെ കണ്ടിരുന്നുവെങ്കിൽ അത് പ്രാദേശികമായിട്ടുള്ള ഒത്തുചേരലാണ്. പക്ഷെ ഇവിടെ ഈ മരടിലുണ്ടായത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കുപ്രസിദ്ധ ഗുണ്ടകൾ ഉൾപ്പെടെ
ഈ മീറ്റപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവരെ പോലീസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലുള്ള ഓഫീസാണ് ഇവിടെ തുറക്കുന്നത്, അതിന്റെ പ്രവർത്തന രീതി എന്താണ്, മറ്റെന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതിന്റെ മറവിൽ, ഈ ഓഫീസിന്റെ മറവിൽ നടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ ഒരു ഗുണ്ടാ നേതാവിനെ കൊലപ്പെടുത്തിയ കേസിന്റെ ഞെട്ടൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതേ തുടർന്ന് പോലീസ് ഈ ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മരടിൽ അല്പസമയം മുമ്പ് പോലീസിന്റെ പരിശോധന നടക്കുകയും 6 ഗുണ്ടകളെ പിടികൂടുകയും ചെയ്തത്. ഇപ്പോഴും ഈ മരടിലെ ഈ ഓഫീസില് നമ്മൾ ഇത്തരത്തിൽ ഗുണ്ടകളുടെ സമ്മേളനം എന്നൊക്കെ പലപ്പോഴും സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചിയിൽ യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് ഈ വാർത്ത തെളിയിക്കുന്നത്. ഒപ്പം ഈ സമ്മേളനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ഗുണ്ടകൾ പങ്കെടുത്തിട്ടുണ്ടാവും. അതിൽ വെറും 6 പേരെ മാത്രമേ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടുള്ളൂ ഇതുവരെ. കാരണം ഈ പോലീസ് ഈ മീറ്റപ്പിൽ പങ്കെടുത്ത എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇവരേതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇതിലാണ് വളരെ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള 6 പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. മറ്റതില് കാപ്പ കേസ് പ്രതികൾ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. മറ്റ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഈ മീറ്റപ്പിൽ പങ്കെടുത്ത എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും പിടികിട്ട പുള്ളികളുണ്ടോ, ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ശക്തമായ നടപടിയിലേക്ക് നീങ്ങാനാണ് പോലീസ് ഒരുങ്ങുന്നത്. ഏതെങ്കിലും കൊട്ടേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണോ ഇവർ ഇത്തരമൊരു ഒത്തുചേർന്ന് നടത്തിയത് തുടങ്ങിയ കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും കൃത്യമായ നിരീക്ഷണം മരടിലും സമീപ പ്രദേശങ്ങളുമായിട്ടുണ്ട്. ഏതൊക്കെ ഗുണ്ടകളാണ് പിടിയിലായത്, നിലവിൽ കസ്റ്റഡിയിലുള്ളത് എന്ന കാര്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ പോലീസിന്റെ പരിശോധന വരും മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമായി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും കൊച്ചിയിൽ ഗുണ്ടകളുടെ മീറ്റപ്പ് നടന്നു. 6 ഗുണ്ടകളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഒപ്പം കൊച്ചിയിൽ ഒരു ഓഫീസും ഒരുങ്ങുന്നു ഗുണ്ടകൾക്ക് എന്നുള്ളൊരു വിവരം കൂടി ഇതിന്റെ കൂടെ പുറത്തു വരുന്നുണ്ട്. മറ്റു വാർത്തയിലേക്ക് കടക്കാം. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ 7 വയസ്സുകാരന്റെ തുടയിൽ മറ്റൊരാൾക്ക് വെപ്പെടുത്ത സൂചി തുളച്ചു കയറിയെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, എന്താണ് ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഭവ്യ, കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് 18 കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ചികിത്സ തേടി 7 വയസ്സുകാരന്റെ ദുരിതാവസ്ഥ പുറത്തുവിട്ടത്. അതായത് ഈ കുട്ടി 1 മാസം മുമ്പാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പനി ബാധിച്ച് രാത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നത്. തുടർന്ന് ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ ബെഡിലിരിക്കാൻ പറഞ്ഞ കുട്ടിയുടെ ശരീരത്തിലേക്ക് അവിടെ ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി ജീവനക്കാർ ഉപേക്ഷിച്ച സൂചി തുളച്ചു കയറുകയായിരുന്നു. തുടർന്ന് ഈ കുട്ടിയെ അപ്പോൾ തന്നെ രാത്രി തന്നെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് HIV അടക്കമുള്ള ടെസ്റ്റുകൾക്കായി വിട്ടു. കാരണം കൃത്യമായി ഈ ഉപയോഗിച്ച സൂചി കാഷ്വാലിറ്റിയിൽ എത്തിയ ആർക്കോ ഉപയോഗിച്ച സൂചിയാണ് അതെന്നുള്ള ധാരണ അവിടെ തന്നെയുള്ള ജീവനക്കാർക്കുണ്ടായിരുന്നു. പിന്നീട് ഈ കുട്ടിക്ക് ഏറ്റവും ദുരിത സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് 14 വർഷക്കാലം തുടർച്ചയായി 3 മാസം കൂടുമ്പോൾ ഈ കുട്ടി HIV TB അടക്കമുള്ള രോഗങ്ങൾ പരിശോധിക്കുന്ന ടെസ്റ്റുകൾക്ക് വിധേയനാകണം എന്നുള്ളതാണ്. അത്തരത്തിലൊരു ആശങ്കാജനകമായ അരക്ഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് 7 വയസ്സുകാരനെ തള്ളിവിട്ടു എന്നുള്ള വാർത്തയാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കാനായി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഗുരുതര അലംഭാവം, അതായത് ഈ ആശുപത്രിയിലെ കിടക്ക വിരിക്കുന്നതും ഒപ്പം തന്നെ ഇത്തരത്തിൽ ഉപയോഗിച്ച ശേഷമുള്ള ആശുപത്രി ഉപകരണങ്ങൾ അത് നീക്കം ചെയ്യുന്നതിനുമൊക്കെ കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. അത് പാലിക്കപ്പെടാതെ ഇങ്ങനെയൊരു സംഭവം നടന്നതായി വാർത്തകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ സ്വമേധയാ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഭവ്യ, തീർച്ചയായും ഗുരുതര അലംഭാവത്തിൽ ഇപ്പോൾ ന്യൂസ് 18 വാർത്തയെ തുടർന്ന് കേസെടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. ന്യൂസ് 18 ബാക്ക് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയെന്ന കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. കൊച്ചി NIA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 4 പ്രതികളെന്ന് കുറ്റപത്രത്തിൽ. സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും NIA അന്വേഷണം നടത്തിയിരുന്നു. രോഗികളുടെ ഡേറ്റ കേരളത്തിൽ ചില ആശുപത്രികൾ അവയവ കച്ചവട റാക്കറ്റിന് കൈമാറിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. കൊച്ചി NIA കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം പറയുന്നത്. കേസിൽ കൂടുതൽ കണ്ണികളുണ്ടെന്നും NIA. കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീമിൽ 57 കോടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. 3 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിക്കാണ് തുക അനുവദിച്ചത്. 44.81 കോടി രൂപ സർക്കാർ ആശുപത്രികൾക്ക് ലഭിക്കും. കൂടാതെ 11.78 കോടി സ്വകാര്യ ആശുപത്രികൾക്കും ലഭിക്കും. ഇതോടെ പദ്ധതിക്ക് നിലവിൽ സർക്കാർ അനുവദിച്ചത് 381 കോടി രൂപയുടെ ചികിത്സാ സഹായമാണ്.
KSRTCക്ക് 91.53 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. 71.53 കോടി പെൻഷൻ വിതരണത്തിനെടുത്ത വായ്പയുടെ തിരിച്ചടവിനായും 20 കോടി രൂപ സഹായമായും നൽകി. മാസാദ്യം 30 കോടി നൽകിയിരുന്നു. ഇതുവരെ സർക്കാർ KSRTCക്ക് നൽകിയത് 5,869 കോടി രൂപയാണ്. ചിങ്ങപ്പുലരിയിൽ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. ഇതര സംസ്ഥാന തീർത്ഥാടകർ ഉൾപ്പെടെ നിരവധി ഭക്തരാണ് കനത്ത മഴയിലും അയ്യപ്പ ദർശനത്തിനെത്തിയത്. ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയാണ് ചിങ്ങപ്പുലരിയിൽ ഭക്തർ ദർശനത്തിനെത്തുന്നത്. തന്ത്രി രാജീവ് കണ്ഠരരുടെ മകൻ ബ്രഹ്മദത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. വർദ്ധിച്ചുവരുന്ന മാലിന്യത്താൽ ശ്വാസം മുട്ടി ഒഴുകുകയാണ് ചിലവന്നൂർ കായൽ. പായലിനും എക്കലിനും പുറമെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാൽ നിറഞ്ഞ കായലിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. കായലിനെ സംരക്ഷിക്കാത്ത അധികാരികളുടെ നടപടി അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചിലവന്നൂർ കായൽ ചെട്ടിച്ചിറ ഭാഗത്തെത്തുമ്പോൾ നിറം മാറും. കക്കൂസ് മാലിന്യവും പായലും പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞ കായൽ ചെളി നിറഞ്ഞതായി. എക്കലാണ് ചിലവന്നൂർ കായൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കായലിന്റെ എല്ലാ ഭാഗത്തും ഡ്രഡ്ജിംഗ് നടത്തി എക്കൽ നീക്കം ചെയ്താലേ നീരൊഴുക്ക് ശക്തമായി കായലിനെ വീണ്ടെടുക്കാൻ പറ്റൂ. പക്ഷേ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കേണ്ട അധികാരികളായിക്കോട്ടെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് നമ്മുടെ പിന്നിൽ കാണുന്ന ഈ കാനയിലൊക്കെ വെള്ളം കറുത്തിരുണ്ട്. ഒന്ന് കണ്ടാൽ കൂടി പേടിയാവുന്ന വിധത്തിൽ കിടക്കുന്ന വെള്ളമാണ്. പല ഘട്ടങ്ങളിലാക്കി ഇതിന്റെ നവീകരണ പ്രവർത്തനമൊക്കെ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് കണ്ടത്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ സമയത്ത് ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. ഇത് കൊച്ചിയിലെ കനാലുകൾ വൃത്തിയായി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതും ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. ഇപ്പൊ ഏറ്റവും നല്ല വെള്ളം തോടിലുണ്ടാവുന്ന ഈ പുഴയിലുണ്ടാകേണ്ട അവസ്ഥയാണ്. അവിടെയാണ് ഇത്രയും കറുത്ത വെള്ളം കിടക്കുന്നത്. 3-4 കാര്യങ്ങൾ അതിൻ്റെ അകത്ത്. ഒന്ന്, ചെളി അടിഞ്ഞു കിടക്കുക. ചെളി ഡഡ്ജ് നീക്കാണ്ട് ഇതിലത്തെ ചെളി നീങ്ങാണ്ട് ഇതിന്റെ കളർ മാറില്ല. മാത്രമല്ല മറ്റ് പല കാര്യങ്ങളായിട്ട് അഴുക്ക് വെള്ളം ഇതിന്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഒന്ന്, റെയിൽവേയുടെ അവിടെ മാർഷലിംഗ് യാർഡുണ്ട്. അതിൽ നിന്നുള്ള കരിയോല് കാര്യങ്ങൾ വരുന്നു. ഫ്ളാറ്റുകളിൽ നിന്നുള്ള മലിനജലം ഒഴുകുന്നു. കലൂര് മുതലുള്ള വെള്ളം ഇങ്ങോട്ട് ഒഴുകുക. ഓരോ വർഷവും ഇനി വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കും. തീർച്ചയായിട്ടും അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാരും കൊച്ചിൻ കോർപ്പറേഷനും മുന്നോട്ട് പോയാൽ നവീകരിക്കപ്പെടും. ഈ തോട് ക്ലീനിങ് ഏറ്റവും പ്രാധാന്യത്തോടെ ഉദ്യോഗസ്ഥര് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ തോടുകളിലെയും വെള്ളം സ്ഥിരമായിട്ട് ഒഴുക്കാനായിട്ട് പമ്പിംഗ് നടത്തി ചെയ്യാൻ പറ്റും. റെയിൽവേ യാർഡിന് മുന്നിലൂടെ വരുന്ന തോട്ടിലെ വെള്ളത്തിൽ നിറയെ എണ്ണ കലർന്നിട്ടുണ്ടാകും. കോർപ്പറേഷനോട് പലതവണ പരാതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ല. റെയിൽവേയുടെയും കോർപ്പറേഷന്റെയും പരസ്പരമുള്ള പഴിചാരലുകൾ തുടരുകയാണ്. പ്രകടമായി മാലിന്യ നിക്ഷേപം നടത്തുമ്പോഴും അത് തടയാൻ ഫലപ്രദമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല. കായലിനെ വീണ്ടെടുത്ത മത്സ്യസമ്പത്ത് തിരികെ എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊച്ചി. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. വൈറ്റിലപ്പാറ സ്വദേശി ആന്റണിയുടെ വീട്ടുമുറ്റത്തെ വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. മുംബൈയിലെ അടൽ സേതു പാലത്തിൽ സ്ത്രീയുടെ ആത്മഹത്യാശ്രമം. ടാക്സി ഡ്രൈവറും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് സ്ത്രീയെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അടൽ സേതുവിലെ സുരക്ഷാ ബാരിയറിലിരിക്കുന്ന സ്ത്രീ കടലിലേക്ക് എന്തോ വലിച്ചെറിയുകയും പാലത്തിൽ നിന്ന് ചാടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങൾ.
മലപ്പുറം ദേശീയപാതയിലെ സ്ഥിരം അപകട മേഖലയായ വട്ടപ്പാറയിൽ ചരക്ക് ലോറി മറിഞ്ഞ അപകടം. പൂനെയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് സവാളയുമായി പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വട്ടപ്പാറ SNDP ഓഫീസിന് സമീപത്തായി ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തായിരുന്നു പുലർച്ചെ 2:30 അപകടം സംഭവിച്ചത്. നിസ്സാര പരിക്കുകളോടെ ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി വിജയകുമാറിനെ വളാഞ്ചേരിയിലെ നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വളാഞ്ചേരി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെ തുടർ നടപടികൾ സ്വീകരിച്ചു. പട്ടിന്റെ കഥ പറയുന്ന രാജകുമാരിയുടെ പുതിയ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരം ആസിഫ് അലി നിർവഹിച്ചു. കഴിഞ്ഞ 23 വർഷമായി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈനേഴ്സിന്റെ ഉദ്ഘാടനം പ്രമാണിച്ച് ഒട്ടനവധി ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടന സമയം സന്നിഹിതരായവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ 3 പേർക്ക് സ്വർണ്ണവളകൾ സമ്മാനം നൽകി. രാജകുമാരി ഗ്രൂപ്പിന്റെ കനിവിന് ഒരു കൈത്താങ്ങ് പദ്ധതിയിലൂടെ 3 പേർക്കുള്ള ധനസഹായ വിതരണവും വേദിയിൽ വെച്ച് നടന്നു. MLA-മാരായ കടകംപള്ളി സുരേന്ദ്രൻ, KS ശബരിനാഥൻ, പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് TR അനിൽകുമാർ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സും ചടങ്ങിൽ പങ്കെടുത്തു. പോത്തി സ്വർണ്ണമഹൽ ഒരുക്കിയ ബ്രൈഡൽ ജ്വല്ലറി ബൊട്ടിക്കായ എലഗൻസയുടെ ഉദ്ഘാടനം സിനിമാ താരം അപർണ ബാലമുരളി നിർവഹിച്ചു. പഴയ കാലഘട്ടങ്ങളിലെ വജ്രങ്ങൾ, വിലയേറിയ രത്നങ്ങൾ, ഡിസൈനർ, ഫ്യൂഷൻ, ആന്റിക് ജ്വല്ലറി ശേഖരങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് പോത്തി സ്വർണ്ണമഹൽ ഒരുക്കിയത്. ഇതിന്റെ ഭാഗമായി നാളെ ഫാഷൻ ഷോയും സംഘടിപ്പിക്കും.